ഹലോ ഗൈസ്, കുറേ ആയില്ലേ കണ്ടിട്ട്. സൗണ്ടിൽ ചെറിയ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്ത് സൗണ്ട് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ പനി, ജലദോഷം, കഫക്കെട്ട് എല്ലാം ഉണ്ടാവും. ഇതെല്ലാം മിക്സഡ് ആയിട്ട് സ്കൂളൊന്നും പോയില്ല, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ കാണിക്കാനൊക്കെ പോയി വേണം. അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചറിയതാണ്. ആദ്യം തന്നെ ബലൂൺ എടുത്ത് അതിലോട്ട് കുറച്ച് സോഡാപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരെന്തൊരു പൊടി ഇടുന്നതാണ്, ഞാൻ സോഡാപ്പൊടി എടുത്തിട്ടോ. സോഡാപ്പൊടിയും പിന്നെ കുപ്പി കുറച്ച് വെള്ളവും കല്ലും ഇട്ട് കൊടുത്തു. ഇത്രയായിട്ട് അങ്ങോട്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷനും വരുന്നില്ല, പൊന്തണമില്ല. പിന്നെ അടിക്കും മേലക്കും ഒക്കെ നോക്കി, പിന്നെ കുറച്ച് കുത്തനെ വെച്ച് വെച്ച് ഒന്ന് കുലുക്കി കൊടുത്ത് എനിക്ക് ഇത് പഠിച്ചുകൊണ്ടൊക്കെ എങ്ങനെയാണ് കഴിയുന്നത്. പിന്നെ എനിക്ക് തോന്നി കുറച്ച് വീർത്തോന്നുണ്ടാവും, ഇപ്പം കുറച്ച് വീർത്ത പോലെ തോന്നി. പിന്നെ എന്താണ് ശരിക്കും ഇടേണ്ടതെന്നൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിട്ട് എടുത്ത് പിന്നെ പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നെക്കിയൊക്കെ കൊടുത്ത് എത്ര ആയിട്ട് വരണില്ല. ലാസ്റ്റ് ഭ്രാന്ത് പിടിച്ചപ്പം നിർത്തി പോകാമെന്ന് വരെ വിചാരിച്ചു. ഇത് ഫെയിലായെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് എക്സോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബലൂണൊക്കെ ഊരി പിന്നെ ഞാൻ കുറച്ച് ടൈറ്റിൽ ഒന്ന് മുറിക്കൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് എക്സോ ഒക്കെ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി ചെറിയൊരു ഓട്ടമുണ്ട് വിചാരിച്ചു. പിന്നെ ഞാൻ ആ എക്സോ ഇട്ടു. അപ്പം എക്സോ ഇട്ടപ്പോൾ കുറച്ചൊക്കെ പൊന്ത് വരുന്ന മാതിരിക്ക് തോന്നി, പക്ഷേ ഇത്രയായിട്ട് കഴിയണില്ല. പിന്നെ കല്ലിൽ ഫോയിലാക്കിയിട്ടില്ല, മേലെ നിൽക്കാണ്ടാണ് ഫോയിലാക്കൽ. താഴെ നിൽക്കുകയാണെങ്കിൽ ഫോയിലാക്കണമെന്ന് നിർബന്ധമല്ല തോന്നുന്നത്. ഞാൻ ഫോയിലാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫോയിലാക്കായിട്ടാണ് പിന്നെ ബലൂണത് പ്രശ്നമുണ്ടോ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു ഓട്ടം ഉണ്ട്, എനിക്ക് മനസ്സിലായി. കെമിക്കൽ റിയാക്ഷൻ അടിയിൽ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് മനസ്സിലായി. വെച്ച് അതിലേക്ക് വെള്ളം പാർന്നു. അപ്പോഴാണ് ഞാൻ ലീക്ക് കണ്ടുപിടിച്ചത്. മേലെ വശത്തായിരുന്നു ആ ലീക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ബലൂണിലോട്ട്. അപ്പം കീറിയതാണോന്നും അറിയത്തില്ല. എന്തായാലും നിർത്തി പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ലത് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം അത്രയേ ഉള്ളൂ. So thank you for watching.